കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന്റെ കാൽക്കുലേഷൻ ആണ് പഠിച്ചത്. ഇന്ന് നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിന്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് പഠിക്കാം. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ കൊണ്ടുപോകുന്ന പോലെ തന്നെ ക്യാപിറ്റലിൽ നിന്നും പൈസ വിഡ്രോ ചെയ്ത് കൊണ്ടുപോകാം. സ്ഥാപനത്തിൽ നിന്നും പൈസ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് വിഡ്രോ ചെയ്ത് കൊണ്ടുപോകാം. ഇതാണ് നമ്മൾ ഡ്രോയിങ്സ് എന്ന് വിളിക്കുക. ഈ ഡ്രോയിങ്സിന്റെ മേലെ ഒരു നിശ്ചിത പലിശ അവര് കൊടുക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് സ്ഥാപനം ലഭ്യം ചെയ്യാനുള്ള കാരണം, അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉണ്ടായി കഴിഞ്ഞാൽ പാർട്ട്നേഴ്സ് വിഡ്രോ ചെയ്യുന്ന എമൗണ്ട് കുറയുമെന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ്. അത്തരം ഒരു ചാർജ് ചെയ്യുമ്പോൾ പാർട്ട്നേഴ്സ് വിഡ്രോ ചെയ്യുന്ന എമൗണ്ട് കുറയും എന്ന കാരണം കൊണ്ടാണ് പലപ്പോഴും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട ഒട്ടനവധി കേസസ് നമുക്ക് പഠിക്കാം. വ്യത്യസ്തമായ കേസുകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഒന്ന്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിന്റെ റേറ്റ് തന്നു, എമൗണ്ട് തന്നു, ഡേറ്റ് തന്നില്ല. അതേപോലെ റേറ്റും എമൗണ്ട് തന്നു, ഡേറ്റ് തന്നു. എല്ലാ മാസവും ഒരു നിശ്ചിത സമയത്ത് നിശ്ചിത എമൗണ്ട് വിഡ്രോ ചെയ്താൽ എങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാം? ഓരോ ടേമിൽ വിഡ്രോ ചെയ്താൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാം? വ്യത്യസ്തമായ എമൗണ്ടുകൾ വിവിധ സമയങ്ങളിൽ വിഡ്രോ ചെയ്താൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാം? ഇങ്ങനെ ഡിഫറെന്റ് കേസസ് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പാർട്ണർഷിപ്പിന്റെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട ഒരു 6ഓളം കേസുകൾ നമുക്ക് മനസ്സിലാക്കാം. Interest on capital. The partnership agreement may also provide for charging of interest on money withdrawn out of the firm by the partners for their personal use. As stated earlier, no interest is charged on the drawings if there is no express agreement among the partners about it. പാർട്ണർഷിപ്പിൻ്റെ എഗ്രിമെൻറ്റിൽ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ചാർജ് ചെയ്യും. അതായത് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറയുകയാണെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്ന പ്രത്യേക പേഴ്സൻറ്റേജ് പ്രകാരമാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യുക, ചാർജ് ചെയ്യുക. However, if the partnership deed so provides for it, the interest is charged at an agreed rate for the period money remained outstanding from the partners during an accounting year. There are different situations or cases for charging interest on drawings. Let us know and study each one in detail. Case number 1. When the amount withdrawn, rate of interest and date of withdrawal given. ഒന്നാമത്തെ കേസിൽ വിഡ്രോ ചെയ്ത എമൗണ്ടും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെ റേറ്റും വിഡ്രോ ചെയ്ത ഡേറ്റും തന്നാൽ എങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്ന ഇക്വേഷൻ പ്രകാരം ഡ്രോയിങ്സ് നടത്തിയ തുക ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു നമ്പർ ഓഫ് മന്ത്സ് ഡിവൈഡ് ബൈ 12 ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇതിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. ഇല്ലസ്ട്രേഷൻ 1. സലോണി, എ പാർട്ട്ണർ ഓഫ് എ ഫേം, withdraw ₹60,000 on 1st July 2016. As per partnership deed, interest on drawings 10% per annum. Calculate interest on drawings assuming that the accounting year starts April of every year. ഒരു വർഷത്തെ ഏപ്രിൽ മുതൽ പിറ്റത്തെ വർഷത്തെ മാർച്ച് ലാസ്റ്റ് വരെയുള്ള അക്കൗണ്ടിങ് ഇയറുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിലെ ഒരു പാർട്ട്ണറായ സലോണി 60,000 രൂപ 1st ജൂലൈ വിഡ്രോ ചെയ്ത് കൊണ്ടുപോകുന്നു. 10% ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. സലോണി വിഡ്രോ ചെയ്യുന്നത് 60,000, അതിൻ്റെ 10% 10/100 ഇൻറ്റു 9/12. 9 വരാനുള്ള കാരണം അദ്ദേഹം ജൂലൈ 1 വിഡ്രോ ചെയ്യുന്നത്. അപ്പോൾ ജൂലൈ മുതൽ പിറ്റത്തെ വർഷം മാർച്ച് വരെയുള്ള മന്ത്, അതാണ് 9/12. ദാറ്റ് ഈസ് ഈക്വൽ ടു 4,500. കേസ് നമ്പർ 2. വെൻ ദ എമൗണ്ട് വിഡ്രോൺ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഗിവൺ ബട്ട് ദ ഡേറ്റ് ഓഫ് വിഡ്രോവൽ നോട്ട് ഗിവൺ. അതായത് വിഡ്രോ ചെയ്ത എമൗണ്ടും റേറ്റും തന്നിട്ടുണ്ട്, പക്ഷേ ഏത് ഡേറ്റിനാണ് വിഡ്രോ ചെയ്യുന്നതെന്ന് പറയാത്ത ഒരവസ്ഥയിൽ എങ്ങനെയാണ് കാൽക്കുലേഷൻ നടക്കുക എന്ന് നമുക്ക് നോക്കാം.
ഇവിടുത്തെ ഇക്വേഷൻ എടുക്കുന്നത് ഒരു ആവറേജ് പീരീഡ് എന്ന രീതിയിലാണ്. വിഡ്രോ ചെയ്യുന്നതെന്ന് പറയുന്നില്ല. ഒരു മാസത്തിന്റെ ഏത് സമയത്തും വിഡ്രോ ചെയ്യാം, അല്ലെങ്കിൽ എല്ലാ മാസവും വിഡ്രോ ചെയ്യാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ആവറേജ് പീരീഡ് എന്ന രീതിയിൽ 6/12 എടുക്കുന്നു. ഇതിൻ്റെ ഒരു പ്രോബ്ലം, സലോനി എ പാർട്ട്ണർ ഓഫ് എ ഫേം വിഡ്രോ ₹60,000. ആസ് പെർ പാർട്ണർഷിപ്പ് ഡീഡ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 10% per annum. Calculate interest on drawings assuming that the accounting year starts April of every year. ഇവിടെ സലോനി വിഡ്രോ ചെയ്ത എമൗണ്ടും പേഴ്സൻറ്റേജ് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഏത് ഡേറ്റിനാണ് സലോനി വിഡ്രോ ചെയ്യുന്നതെന്ന് പറയുന്നില്ല. അപ്പം ഈ കാൽക്കുലേഷൻ ഇങ്ങനെ ആയിരിക്കും. സലോനി വിഡ്രോ ചെയ്ത 60,000 ഇൻറ്റു 10/100, ദാറ്റ് ഈസ് റേറ്റ്, ഇൻറ്റു 6/12. ഈ കേസിൽ 6/12 ആണ് എടുക്കുക. ആവറേജ് പീരീഡ് 6 month ആയിട്ടാണ് എടുക്കുക. അപ്പോൾ 6/12, അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 3,000. ഇതാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. കേസ് നമ്പർ 3, വെൻ ഫിക്സഡ് എമൗണ്ട് ഈസ് വിഡ്രോൺ എവറി മന്ത്. അതായത് ഒരേ തുക എല്ലാ മാസവും വിഡ്രോ ചെയ്യുന്നു. ഇങ്ങനെ ആകുമ്പം ഇക്വേഷൻ എന്ന് പറയുന്നത് ഡ്രോയിങ്സിൻ്റെ ടോട്ടൽ എമൗണ്ട് ഇൻറ്റു rate/100 ഇൻറ്റു ആവറേജ് പീരീഡ് ബൈ 12 ആണ്. പക്ഷേ ഇവിടെ ആവറേജ് പീരീഡ് എന്നത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അയാൾ എപ്പോഴാണ് എമൗണ്ട് വിഡ്രോ ചെയ്യുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരു പാർട്ട്ണർ എല്ലാ മാസവും ഒരേ തുക വിഡ്രോ ചെയ്യുക എന്ന് പറയുമ്പോൾ അദ്ദേഹം ചിലപ്പോൾ എല്ലാ മാസത്തിൻ്റെയും തുടക്കത്തിൽ വിഡ്രോ ചെയ്യാം, വിഡ്രോൺ ബിഗിനിങ് ഓഫ് ദ മന്ത്. അല്ലെങ്കിൽ എല്ലാ മാസത്തിൻ്റെയും നടുവിൽ, അതായത് മിഡിൽ ഡേറ്റിൽ 15 ആകുമ്പോൾ അദ്ദേഹം വിഡ്രോ ചെയ്യാം, വിഡ്രോൺ മിഡിൽ ഓഫ് ദ മന്ത്. അല്ലെങ്കിൽ അയാൾ എല്ലാ മാസവും ആ മാസത്തിൻ്റെ അവസാനം വിഡ്രോ ചെയ്യാം, വിഡ്രോൺ അറ്റ് ദ എൻഡ് ഓഫ് ദ മന്ത്. ഇതിനടിസ്ഥാനത്തിലാണ് ആവറേജ് പീരീഡിൽ ഉള്ള വ്യത്യാസം. അപ്പോൾ നമുക്ക് ഈ 3 കേസ് നമുക്ക് പഠിക്കാം. കേസ് നമ്പർ 3 ഒന്നാമത്തെ ടൈപ്പ്, വെൻ ഫിക്സഡ് എമൗണ്ട് ഈസ് വിഡ്രോൺ ബിഗിനിങ് ഓഫ് എവറി മന്ത്. എല്ലാ മാസത്തിൻ്റെയും തുടക്കത്തിലാണ് അദ്ദേഹം വിഡ്രോ ചെയ്യുന്നത്. ഡ്രോയിങ്സ് ഇൻറ്റു rate/100 ഇൻറ്റു ആവറേജ് പീരീഡ് ബൈ 12 ആണ്. ഹിയർ ആവറേജ് പീരീഡ് എന്ന് പറയുന്നത് ടോട്ടൽ പീരീഡ് ഇൻ മന്ത് പ്ലസ് 1 ഡിവൈഡ് ബൈ 12. ഇവിടെ ടോട്ടൽ പീരീഡ് എന്ന് പറയുന്നത് ഒരു വർഷം 12 ആണ്. 12 പ്ലസ് 1 ഡിവൈഡ് ബൈ 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 6.5. അപ്പം ഇവിടെ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡ്രോയിങ്സ് ഇൻറ്റു rate/100 ഇൻറ്റു 6.5 ഡിവൈഡ് ബൈ 12. അപ്പോൾ നിങ്ങൾ ആ ബോക്സിലുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. ഡ്രോയിങ്സ് ഇൻറ്റു rate/100 ഇൻറ്റു 6/12. ഒരു എക്സാമിനേഷൻ്റെ ആവശ്യത്തിന് നിങ്ങൾ ഇതിൻ്റെ ഇക്വേഷൻ, ബോക്സിൽ കൊടുത്ത ഇക്വേഷൻ പഠിച്ചാൽ മാത്രം മതി. പക്ഷേ അക്കൗണ്ടിങ് പഠിക്കുന്ന നിങ്ങൾ ഇത് എങ്ങനെയാണ് വന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ 12+1 ഡിവൈഡ് ബൈ 2, 13 ഡിവൈഡ് ബൈ 2 എടുക്കാനുള്ള കാരണം ഇയാൾ എല്ലാ മാസവും ആദ്യമാണല്ലോ വിഡ്രോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ വിഡ്രോവലിന് ശേഷമുള്ള പീരീഡ്, പിന്നെ അവസാനത്തെ വിഡ്രോവലിന് ശേഷമുള്ള പീരീഡ്, ഇത് രണ്ടും കൂട്ടിയതാണ് 13. അതായത് ആദ്യത്തെ വിഡ്രോവൽ നടക്കുന്നത് ജനുവരി 1-ന്, അതിന് ശേഷമുള്ള പീരീഡ് ഡിസംബർ വരെ 12 മാസം. അവസാനത്തെ വിഡ്രോവൽ നടക്കുന്നത് ഡിസംബർ 1-ന്, അതിനുശേഷം ഡിസംബർ 31 വരെ 1 മാസം. അങ്ങനെ 12 + 1 13. അങ്ങനെയാണ് 13 വന്നിരിക്കുന്നത്. 13 ഡിവൈഡ് ബൈ 2 6.5. അടുത്തത് കേസ് നമ്പർ 3 രണ്ടാമത്തെ ടൈപ്പ്, വെൻ ഫിക്സഡ് എമൗണ്ട് ഈസ് വിഡ്രോൺ എൻഡ് ഓഫ് എവറി മന്ത്. എല്ലാ മാസത്തിൻ്റെയും അവസാനമാണ് അദ്ദേഹം വിഡ്രോ ചെയ്യുന്നതെങ്കിൽ ഇക്വേഷനൊക്കെ സാധാരണ പോലെ തന്നെ, പക്ഷേ ആവറേജ് പീരീഡിൻ്റെ കാൽക്കുലേഷനിൽ വ്യത്യാസം കാണാം. ടോട്ടൽ പീരീഡ് ഇൻ മന്ത്സ് -1 ഡിവൈഡ് ബൈ 2, അതായത് 12 - 1 ഡിവൈഡ് ബൈ 2, ദാറ്റ്സ് ഈക്വൽ ടു 5.5. അപ്പോൾ ഇത് പ്രകാരം കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആ ബോക്സിൽ കാണാം. ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഡ്രോയിങ്സ് ഇൻറ്റു rate/100 ഇൻറ്റു 5.5 ഡിവൈഡ് ബൈ 12. ഇവിടെയും എക്സാമിനേഷൻ ആവശ്യത്തിന് ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ഇക്വേഷൻ നിങ്ങൾ പഠിച്ചാൽ മതി. പക്ഷേ അക്കൗണ്ടിങ് പഠിക്കുന്ന നിങ്ങൾ ഇതെങ്ങനെയാണ് വന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതായത് ഇയാൾ എല്ലാ മാസവും അവസാനമാണ് വിഡ്രോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ വിഡ്രോവലിന് ശേഷം ഡിസംബർ 31 വരെ 11 മാസം, പിന്നെ അവസാനത്തെ വിഡ്രോവലിന് ശേഷം 0. അപ്പോൾ അങ്ങനെയാണ് 11 വരുന്നത്. ഇനി കേസ് നമ്പർ 3 മൂന്നാമത്തെ ടൈപ്പ്, വെൻ ഫിക്സ്ഡ് എമൗണ്ട് ഈസ് വിഡ്രോൺ മിഡിൽ ഓഫ് എവറി മന്ത്. എല്ലാ മാസത്തിൻ്റെയും നടുവിലാണ് വിഡ്രോ ചെയ്യുന്നത്. അപ്പോൾ ഇക്വേഷൻ സാധാരണ പോലെ തന്നെ ഇവിടെ ആവറേജ് പീരീഡ് എന്നുള്ളത് ടോട്ടൽ പീരീഡ്സ് ഇൻ മന്ത് ഡിവൈഡ് ബൈ 2, അതായത് 12/2, ദാറ്റ് ഈസ് ഈക്വൽ ടു 6. അപ്പം ഇതിൻ്റെ ബോക്സിൽ കാണാം ഡ്രോയിങ്സ് ഇൻറ്റു rate/100 ഇൻറ്റു 6/12.
ഇതാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ഇക്വേഷൻ. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ഇക്വേഷൻ നിങ്ങൾ പഠിച്ചാൽ മതി. പക്ഷേ ഇത് എങ്ങനെയാണ് 12 വന്നതെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. എല്ലാ മാസവും മിഡിലാണ് ഇയാൾ വിഡ്രോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ വിഡ്രോവലിന് ശേഷം, അതായത് ജനുവരി മാസം പകുതിക്കായിരിക്കും വിഡ്രോ ചെയ്യുന്നുണ്ടാവുക. അതിനുശേഷം ഡിസംബർ വരെയുള്ള ടൈം എന്ന് പറയുന്നത് 11.5 മാസം. അവസാനത്തെ വിഡ്രോവൽ നടക്കുന്നത് ഡിസംബറിൽ ഏകദേശം ഒരു 15-നാണെങ്കിൽ അതിനുശേഷം അരമാസം, 31 വരെ അരമാസം. അപ്പം 11.5 മാസവും അരമാസവും കൂട്ടിയാൽ 12 മാസം. ഈ 12 മാസത്തിനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഓർമ്മിക്കാൻ ഒന്നുകൂടി പറയാം. ബിഗിനിങ് ഓഫ് ദ മന്ത് ആണെങ്കിൽ 12 + 1 ഡിവൈഡ് ബൈ 2, അതായത് 6.5 ആണ് ആവറേജ് പീരീഡ്. എൻഡ് ഓഫ് ദ മന്ത് ആണെങ്കിൽ 12 - 1 ഡിവൈഡ് ബൈ 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 5.5 ആണ്, അതായത് 11/2 5.5. ഇനി മിഡിലാണെങ്കിൽ 12/2, ദാറ്റ് ഈസ് ഈക്വൽ ടു 6. ഇങ്ങനെയാണ് കാൽക്കുലേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ആവറേജ് പീരീഡ്. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഈ 3 കേസിൻ്റെയും ഒരു ക്വസ്റ്റ്യൻ. മഹേഷ്, ഗണേഷ് ആൻഡ് രാകേഷ് ആർ പാർട്ട്നേഴ്സ് ഓഫ് എ ഫേം. They withdraw as follows. Mahesh withdraw ₹2,000 beginning of every month. Ganesh withdraw ₹3,000 end of every month. Ragesh withdraw ₹4,000 at the middle of every month. Calculate interest on drawings assuming that the rate of interest on drawings 12% per annum. ഇവിടെ മഹേഷ് ബിഗിനിങ് ഓഫ് എവറി മന്ത് ആണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട ആവറേജ് പീരീഡ് 6.5 ആണ്. അപ്പോൾ നമ്മുടെ കാൽക്കുലേഷൻ നോക്കിക്കോളൂ. 24,000. എങ്ങനെയാണ് 24,000 വന്നതെന്ന് കൺഫ്യൂഷൻ വേണ്ട. 2,000 ആണ് എല്ലാ മാസം വിഡ്രോ ചെയ്യുന്നത്. അങ്ങനെ 12 മാസത്തിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം വിഡ്രോ ചെയ്തു. അപ്പോൾ 12 × 2,000 അതാണ് 24,000. 24,000 × 10/100 × 6.5 ഡിവൈഡ് ബൈ 12, ദാറ്റ് ഈസ് ഈക്വൽ ടു 1,300. ഇതാണ് ഇവിടുത്തെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഗണേഷ് എല്ലാ മാസത്തിൻ്റെയും അവസാനമാണ് വിഡ്രോ ചെയ്യുന്നത്. അപ്പോൾ 5.5 ആണ് നമ്മൾ ആവറേജ് പീരീഡ് എടുക്കുക. 3,000 രൂപ വെച്ചിട്ടാണ് വിഡ്രോ ചെയ്യുന്നത്. അപ്പോൾ 3,000 × 12 മാസം, അതായത് 36,000, 36,000. 36,000 × 10/100 × 5.5 ഡിവൈഡ് ബൈ 12, ദാറ്റ് ഈസ് ഈക്വൽ ടു 1,650. അതാണ് അദ്ദേഹത്തിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. രാകേഷ് എല്ലാ മാസവും നടുവിൽ മിഡിലാണ് വിഡ്രോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആവറേജ് പീരീഡ് 6 ആണ് എടുക്കുക. അപ്പോൾ 48,000 × 10/100 × 6/12. ഇവിടെ 48,000 വരാൻ കാരണം എല്ലാ മാസവും 4,000 ആണ് വിഡ്രോ ചെയ്യുന്നത്. അങ്ങനെ 4,000ൻ്റെ 12 മാസത്തേക്ക് വരുമ്പോൾ 4,000 × 12, ദാറ്റ് ഈസ് ഈക്വൽ ടു 48,000. അപ്പോൾ 48,000 × 10/100 × 6/12. ഇപ്പോൾ ഇവിടെ കിട്ടുന്ന ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 2,400 രൂപയാണ്. കേസ് നമ്പർ 4. വെൻ വാരിയിങ് എമൗണ്ട് ഈസ് വിഡ്രോൺ അറ്റ് ഡിഫറൻറ്റ് ഇൻ്റർവെൽസ്. അതായത് വ്യത്യസ്തമുള്ള പൈസകൾ, ഒരേപോലത്തെ പൈസയല്ല, വ്യത്യാസമുള്ള എമൗണ്ട് വിഡ്രോ ചെയ്യുന്നു. അതും കൃത്യമായൊരു ഡേറ്റ് പ്രകാരമല്ല, അങ്ങനെ കൃത്യമായ ഇൻ്റർവെൽ പ്രകാരമല്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എങ്ങനെയാണ് കാൽക്കുലേഷൻ നമുക്കൊന്ന് നോക്കാം. ഇത്തരം കേസിൽ നമ്മൾ ഉപയോഗിക്കുന്നത് പ്രോഡക്റ്റ് മെത്തഡാണ്. ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഷഹനാസ് വിഡ്രോ ദ ഫോളോയിങ് എമൗണ്ട് ഫ്രം her firm for personal use during the year ending March 31st, 2017. Calculate interest on drawings by product method if the rate of interest to be charged is 7% per annum. ഷഹനാസ് വിഡ്രോ ചെയ്ത എമൗണ്ട് ആണിത്. ഏപ്രിൽ 1, 2016 16,000 രൂപ, ജൂൺ 30, 2016 15,000 രൂപ, ഒക്ടോബർ 31, 2016 10,000 രൂപ, ഡിസംബർ 31, 2016 14,000 രൂപ, മാർച്ച് 1, 2017 11,000 രൂപ. ഏപ്രിൽ മുതൽ പിറ്റത്തെ വർഷം മാർച്ച് 31 വരെയുള്ള ആണ് അക്കൗണ്ടിങ് ടേം. ഇങ്ങനെ വ്യത്യസ്തമായ സമയത്ത് വിഡ്രോ ചെയ്താൽ അത് കണ്ടുപിടിക്കാനുള്ള ഏറ്റവും നല്ല മെത്തേഡ് പ്രോഡക്റ്റ് മെത്തഡാണ്. നമ്മൾ പ്രോഡക്റ്റ് മെത്തേഡ് കാണാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ പ്രിപ്പയർ ചെയ്യുക. ആ ടേബിൾ നമുക്ക് നോക്കാം. ആ ടേബിൾ പ്രകാരം പ്രിപ്പയർ ചെയ്താൽ നമുക്കിത് എളുപ്പമായിരിക്കും. സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഈ സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു 4 കോളം കാണാം. ഒന്നാമത്തെ കോളത്തിൽ അദ്ദേഹം വിഡ്രോ ചെയ്ത ഡേറ്റ്, രണ്ടാമത്തെ കോളത്തിൽ വിഡ്രോ ചെയ്ത എമൗണ്ട്, മൂന്നാമത്തെ കോളത്തിൽ ടൈം പീരീഡ്. ടൈം പീരീഡ് എന്ന് ഉദ്ദേശിച്ചത് വിഡ്രോ ചെയ്ത ഡേറ്റ് മുതൽ ഇയർ എൻഡിങ് വരെയുള്ള സമയം, അതാണ് ടൈം പീരീഡ്. എത്ര പീരീഡിലേക്കാണ് അദ്ദേഹം വിഡ്രോ ചെയ്തിരിക്കുന്നത്, അതാണ് ടൈം പീരീഡ്. പ്രോഡക്റ്റ് എന്ന് ഉദ്ദേശിച്ചത് മറ്റൊന്നുമല്ല,
ഈ എമൗണ്ടും ടൈം പീരീഡും തമ്മിൽ ഗുണിച്ചതാണ്, മൾട്ടിപ്ലൈ ചെയ്തതാണ്. ബി ഇൻറ്റു സി കാണാം, കോളം നമ്പർ ബി ഇൻറ്റു കോളം നമ്പർ സി, അത് രണ്ടും ഗുണിച്ച എമൗണ്ടാണ് പ്രോഡക്റ്റ് വരിക. അപ്പം ഇവിടെ ഈ 4 കോളം വരച്ചതിന് ശേഷം നമുക്ക് കിട്ടിയ ഡാറ്റ എന്ന് പറയുന്നത് ഡേറ്റും എമൗണ്ടുമാണ്. അത് നമ്മൾ കൃത്യമായിട്ട് എഴുതി വെക്കുക. ഡേറ്റ് കോളത്തിൽ ഏപ്രിൽ 1, 2016 അദ്ദേഹത്തിൻ്റെ എമൗണ്ട് 16,000. അപ്പോൾ അങ്ങനെ എല്ലാ എമൗണ്ടും എഴുതുക. അങ്ങനെ എഴുതിയതിന് ശേഷം നമ്മൾ ടൈം പീരീഡ് കാണണം. ഇപ്പോൾ ഇവിടെ നോക്കുക, ഏപ്രിൽ 1 വിഡ്രോ ചെയ്യുന്നത്. ഏപ്രിൽ 1 മുതൽ പിറ്റത്തെ വർഷം മാർച്ച് 31 വരെയാണ് അക്കൗണ്ടിങ് പീരീഡ്. അങ്ങനെ വരുമ്പം 12 മാസം ഉണ്ട്. രണ്ടാമത്തെ കേസ് നോക്കുക, ജൂൺ 30 വിഡ്രോ ചെയ്യുന്നത്. അപ്പോൾ ജൂൺ കഴിഞ്ഞു, ജൂലൈ മുതൽ അങ്ങോട്ടേക്ക് കൂട്ടിയാൽ മാർച്ച് 31 വരെ 9 മാസമുണ്ട്. ഒക്ടോബർ 31 മൂന്നാമത്തെ തുക വിഡ്രോ ചെയ്യുന്നത്. അതായത് ഒക്ടോബർ 31 കഴിഞ്ഞാൽ പിന്നെ ഒക്ടോബർ ഇല്ല, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, അങ്ങനെ 5 മാസം വരുന്നു. ഡിസംബർ 31 വിഡ്രോ ചെയ്താൽ പിന്നീട് 3 മാസം, ഡിസംബർ കഴിഞ്ഞു ഓൾറെഡി 31 ആകുമ്പോൾ, പിന്നെ ജനുവരി, ഫെബ്രുവരി, മാർച്ച് 3 മാസം വരും. മാർച്ച് 1 വിഡ്രോ ചെയ്താൽ ആകെ 1 മാസം മാത്രമേ ഉള്ളൂ. മാർച്ച് 1 മുതൽ മാർച്ച് 31 വരെ 1 മാസം. ഇങ്ങനെ നമ്മൾ ടൈം പീരീഡ് തന്നു. ഇനി നമ്മൾ പ്രൊഡക്റ്റിലേക്ക് പോകാം. എങ്ങനെയാണ് പ്രൊഡക്റ്റ് കാണുന്നത് നോക്കുക. പ്രൊഡക്റ്റ് കാണുന്നത് കോളം നമ്പർ ബിയും സിയും ഗുണിച്ചിട്ടാണ്, മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ്. അപ്പം ആദ്യത്തെ കോളത്തിൽ എമൗണ്ട് ബി കോളത്തിൽ 16,000 കാണാം. 16,000 ഇൻറ്റു 12, ദാറ്റ് ഈസ് ഈക്വൽ ടു 1,92,000. രണ്ടാമത്തെ കേസിൽ 15,000 ഇൻറ്റു 9, ദാറ്റ് ഈസ് ഈക്വൽ ടു 1,35,000. മൂന്നാമത്തെ പ്രകാരം 10,000 ഇൻറ്റു 5 മന്ത്, ദാറ്റ് ഈസ് ഈക്വൽ ടു 50,000. നാലാമത്തെ കേസിൽ 14,000 ഇൻറ്റു 3, ദാറ്റ് ഈസ് ഈക്വൽ ടു 42,000. ഇനി ലാസ്റ്റ് കേസിൽ 11,000 ഇൻറ്റു 1, ദാറ്റ് ഈസ് ഈക്വൽ ടു 11,000. ഇത് പ്രകാരം കിട്ടിയ പ്രോഡക്റ്റ് മൊത്തമായിട്ട് കൂട്ടുക. അപ്പം എല്ലാം കൂട്ടിയാൽ 4,30,000 കാണാം. അപ്പം ആ എമൗണ്ട് വെച്ചിട്ടാണ് നമ്മളിനി ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇക്വേഷൻ നോക്കുക. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഈസ് ഈക്വൽ ടു സം ഓഫ് പ്രൊഡക്ട്സ് ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു 1/12. ഇപ്പോൾ ഇവിടെ പ്രൊഡക്റ്റ് കോളം കൂട്ടിയപ്പോൾ 4,30,000 കിട്ടിയത്. അതാണ് സം ഓഫ് പ്രൊഡക്റ്റ്. അപ്പോൾ 4,30,000 ഇൻറ്റു റേറ്റ് തന്നത് 7% ആണ്. ക്വസ്റ്റനിൽ ആദ്യം തന്നിട്ടുണ്ട് റേറ്റ് 7%, 7/100 ഇൻറ്റു 1/12. ആവറേജ് പീരീഡ് വരെ 1 ആണ്. അപ്പം 30,700 ഡിവൈഡ് ബൈ 12 ഇസ് ഈക്വൽ ടു അപ്രോക്സിമേറ്റ്ലി 2,508. അതായത് 2,508 പോയിന്റ് എമൗണ്ട് വരും. ഇതുവരെ നിങ്ങൾ കണ്ടത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിന്റെ വ്യത്യസ്തമായ കാൽക്കുലേഷൻ ആണ്. ഈ 5-6 കേസുകൾ ഭംഗിയായിട്ട് മനസ്സിലാക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലം ടെക്സ്റ്റ് ബുക്കിൽ നിന്നും ചെയ്തു നോക്കുക. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. ഇതുമായി ബന്ധപ്പെട്ട വല്ല സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യാം. ഐ റിക്വസ്റ്റ് ഓൾ ഓഫ് യു ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. എന്റെ ഈ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അക്കാഡമിക്കും അതേപോലെ പേഴ്സണൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒട്ടനവധി വീഡിയോ ആണ് ഞാൻ ഇതിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ സഹകരണം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.